ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു സ്നേഹിച്ച ഒരു കുടുംബത്തിൽ നടന്ന വലിയൊരു അനർത്ഥം അത്ഭുതകരമായി തീർന്നത് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുക. ഈ കുടുംബം യേശു സ്നേഹിച്ച കുടുംബമാണ്. മാത്രമല്ല, ഈ കുടുംബത്തിനകത്ത് ഏക സഹോദരനായ ലാസർ ദീനമായി കിടന്നപ്പോൾ യേശുവിനെ അറിയിച്ചു. പക്ഷേ യേശു അവിടെ കൊടുക്കുന്ന മറുപടി, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏതാണ്ട് 8 അത്ഭുതങ്ങൾ കാണുവാനിടയായിത്തീർന്നു. യോഹന്നാൻ ഈ അത്ഭുതങ്ങളെല്ലാം അടയാളം എന്ന പദം കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ അങ്ങനെ രേഖപ്പെടുത്തുവാൻ കാരണം, ഈ അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ അധികാരവും മാത്രമല്ല, ഇത് ചെയ്തത് സാക്ഷാൽ ദൈവമാകുന്നു എന്ന് താൻ തെളിയിക്കുകയും കൂടെ ചെയ്യുന്ന ചില സംഭവങ്ങളാണ്. യേശു ദൈവമായിരുന്നു എന്നത് താൻ തെളിയിക്കുവാനാണ് ഈ 8 അടയാളങ്ങൾ താൻ രേഖപ്പെടുത്തുവാനിടയായിത്തീർന്നു. അപ്പോൾ ലാസറിന്റെ കുടുംബത്തിൽ നടന്ന ഈ വലിയൊരു പ്രയാസം ലോകത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കിയാൽ യേശു സ്നേഹിച്ച കുടുംബമാണ്. യേശുവിനോട് ഈ വിഷയം പോയി പറഞ്ഞതാണ്. എന്നിട്ടും യേശു ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നത് കാണുമ്പോൾ എന്തു ദുഃഖകരമാകും. ദൈവമക്കളെ, ഒന്നാമതായി ഒരു ചിന്ത ഈ വചനഭാഗത്തിൽ നിന്ന് പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നതാണ്. ദൈവഭക്തന്മാരുടെ ഭവനത്തിനകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ദൈവപുത്രന്റെ മഹത്വപ്പെടലായിരിക്കും. അല്ലെങ്കിൽ ആ വിഷയത്തിലൂടെ ആ വിഷയം കാണുന്ന ആളുകൾ ഇത് ദൈവമല്ലാതെ ആർക്കും ഇത് പരിഹരിക്കാൻ കഴിയുകയില്ലെന്ന് പറയുന്ന ഒരു സാക്ഷ്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ യേശു പറയുന്നത് ഈ ദീനം എന്ന പദമാണ്. ഈ ദീനം, മനുഷ്യൻ, ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഒരു ദീനമോ പ്രശ്നമോ ഒക്കെ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാ. എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും പലയിടങ്ങളിലും ഉണ്ടായേക്കാം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ലാസറിനും ഈ മാർത്തയ്ക്കും മറിയയ്ക്കും ഒക്കെ പിന്നീട് ദീനങ്ങൾ വന്നിട്ടുണ്ടാകാം. അവരൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ലല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ദീനം മരണത്തിനായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദീനം മരണത്തിനായിട്ടല്ല, ഇത് ദൈവപുത്രന്റെ മഹത്വത്തിനായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, മരണത്തെ മഹത്വമാക്കി മാറ്റുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഈ പകൽക്കാലം നമ്മൾ കേൾക്കുന്നത്. മരണത്തെ മഹത്വമാക്കി തീർക്കുന്ന ഒരു ദൈവം. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ മറ്റൊരു അടയാളം
കാനാവിലെ കല്യാണത്തിന് യേശു പച്ചവെള്ളത്തെ വീഞ്ഞായി തീർക്കുന്ന ഒരത്ഭുതം, ഒരടയാളം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പച്ചവെള്ളമാണ്, പ്രൈസ് ദി ലോർഡ്, അതിനെ വീഞ്ഞാക്കി മാറ്റുന്നു. ആ കുടുംബത്തിനകത്ത് ആ കുടുംബത്തിനകത്തുണ്ടാകാവുന്ന വലിയൊരു പ്രശ്നം, അവർക്ക് ആ കുടുംബത്തിനകത്ത് അവിടെ വീഞ്ഞ് തീർന്നു പോയിരുന്നെങ്കിൽ അവർക്ക് വലിയൊരു അപമാനം, ഒരു 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 ആ സമൂഹത്തിലൊരു നിന്ന, ഒരു പറച്ചിലിനൊക്കെ കാരണമാകേണ്ടതാണ്. പക്ഷേ യേശു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട്, യേശുവിൻ്റെ അടുക്കൽ ഈ വിഷയം എത്തി എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ കാണുന്നത് പച്ചവെള്ളം രുചിയും ഗുണവും ഏറ്റവും നല്ലതായ ഒരു പാനീയമായി കർത്താവ് മാറ്റുന്നു. യേശുവിൻ്റെ അടുക്കൽ ഒരു വിഷയം എത്തിയാൽ, യേശുവിൻ്റെ അടുക്കൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു പ്രശ്നം എത്തിയാൽ അവിടെ മാറ്റങ്ങൾ തുടങ്ങുക. 4 ആൾ ചുമന്നു കൊണ്ടുവന്നൊരു പക്ഷവാതക്കാരൻ യേശുവിൻ്റെ അടുക്കൽ എത്തി എന്നുള്ളതാണ് അവൻ നടന്ന് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യിരെമ്യാവിന്റെ പ്രവചനത്തിലേക്ക് വന്നാൽ 33-ാം അധ്യായത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. 33-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്: ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെയും കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളുടെ മുമ്പാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവുമായിരിക്കും. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തം സർവസമാധാനവും നിമിത്തവും അവർ പേടിച്ച് വിറയ്ക്കും. അതായത് യിരെമ്യാവ് ഇസ്രായേലിന്റെ പ്രവാസത്തെക്കുറിച്ച് പ്രവചിക്കുന്നു. ബാബേലും അശൂരും യഹൂദയെയും ഇസ്രായേലിനെയും പിടിച്ച് അവരുടെ അടിമകളായി കൊണ്ടുപോകുന്നു. എന്നാൽ യിരെമ്യാവ് ആ പ്രവാസത്തെക്കുറിച്ച്, ആ പ്രവാസത്തിലേക്ക് പോകുന്ന ജനത്തോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിങ്ങളെ ആ പ്രവാസത്തിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേലിലേക്ക് മടക്കി വരുത്തും. അപ്പോൾ ജാതികൾ പേടിച്ചു വിറയ്ക്കും. മാത്രമല്ല അവർ എൻ്റെ നാമത്തെ, പ്രൈസ് ദി ലോർഡ്, പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന നന്മകളും നിങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹവും ഒക്കെ എനിക്ക് പ്രശംസയും മഹത്വവുമായി തീരും. ഇത് തന്നെ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോഴും അവിടെ പല ജാതികളും, ജാതീയ രാജാക്കന്മാരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നിമിത്തം ഞങ്ങൾ ഭയപ്പെട്ടുപോയി. അപ്പോൾ അവരെല്ലാം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതും ചെങ്കടൽ പിളർന്ന് ചെങ്കടലിലൂടെ അവർ നടന്ന് അക്കരെ കിടക്കുന്നതും മരുഭൂമിയിലൂടെ യാത്രയൊക്കെ കണ്ടപ്പോൾ ജാതികൾക്കൊരു കാര്യം മനസ്സിലായി: ഞങ്ങൾ സേവിക്കുന്ന ദേവന്മാരെക്കാൾ, ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ രഥത്തേക്കാൾ, കുതിരകളെക്കാളൊക്കെ വലിയവനായൊരു ദൈവമാണ് ഇവരുടെ പിന്നിലുള്ളതെന്നും ആ ദൈവമാണ് ഇവരെ നടത്തുന്നതെന്നും അവർക്ക് ബോധ്യമായപ്പോൾ അവരെല്ലാം ആ ദൈവത്തിന് പ്രശംസ കൊടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മിസ്രയീമിൽ കിടന്ന 400 വർഷക്കാലം യഹോവ എന്നൊരു ദൈവത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. ഇവൻ ഫറവോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവൻ ആരാ? ഞാൻ ഒത്തിരി ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമായി ജനത്തിന് കൊടുക്കുന്ന വിടുതൽ, ആ ജനത്തിന് കൊടുക്കുന്ന ഉദ്ധാരണം ജാതീയ ശക്തികൾ കണ്ടപ്പോൾ, ജാതീയ രാജാക്കന്മാർ കണ്ടപ്പോൾ, ഫറവോൻ കണ്ടപ്പോൾ അവരെല്ലാം അറിഞ്ഞു യഹോവ എന്നൊരു നാമം, യഹോവ എന്നൊരു ദൈവം ഉണ്ടായെന്ന്. പകൽക്കാലം ഞാൻ ജനത്തോട് പറയട്ടെ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ദൈവത്തെക്കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അറിയേണ്ടതിന് ഇങ്ങനൊരു ദൈവമുണ്ട്. മരണത്തിൽ നിന്ന് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാസത്തെ മാറ്റുന്നൊരു ദൈവമുണ്ട്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചെങ്കടലിനെ ഹല്ലേലൂയ സ്തോത്രം പിളർത്തി തൻ്റെ ജനത്തെ അക്കരെ കടത്തുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദിനോട് ചേർന്ന് പറഞ്ഞാൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. രട്ടുമാറ്റി സന്തോഷം ഉടിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന് തെളിയിക്കേണ്ടതിന് തൻ്റെ ജനത്തെ ചിലപ്പോഴൊക്കെ ചില പ്രത്യേക അവസ്ഥയിലൂടെ ഒക്കെ ദൈവം കടത്തിവിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം സ്നേഹിച്ച് ഹല്ലേലൂയ ദൈവത്തിൽ യേശു സ്തോത്രം പലപ്പോഴും ബെഥാന്യയിൽ ചെല്ലുമ്പോൾ കയറുന്ന അല്ലെങ്കിൽ യേശുവിന് സ്നേഹമുള്ള, യേശുവിനെ സ്നേഹിക്കുന്ന ആ കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടായ പ്രശ്നം, അങ്ങനെ ആ പ്രശ്നത്തിലൂടെ അവരെ ഒന്ന് കയറ്റി വിടേണ്ടി വന്നത് ദൈവപുത്രന് ഒരു മഹത്വമുണ്ടാകാൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ദീനം മരണത്തിനായിട്ടല്ല. ഒരല്പ ദിവസങ്ങൾ പ്രൈസ് ദി ലോർഡ് ഈ കുടുംബം വലിയ പ്രയാസത്തിലൂടെ പോകേണ്ടി വന്നു. എന്നാൽ നാം മനസ്സിലാക്കുക, പ്രൈസ് ദി ലോർഡ്, ദൈവം അതിൽ നിന്ന് അവരെ ഉദ്ധരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലാസറിനെ പുറത്തു കൊണ്ടുവന്ന് തൻ്റെ സഹോദരിമാരുടെ കയ്യിൽ കൊടുക്കുന്നു. പകൽക്കാലം മരണത്തെ മഹത്വമാക്കി തീർക്കുന്നവൻ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നവൻ, പ്രവാസത്തെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജനത്തിന് അനുഗ്രഹമാക്കി മാറ്റുന്നവൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇതിൻ്റെ പിന്നിൽ പ്രൈസ് ദി ലോർഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ കയ്യിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പല വേദനകളും പല പ്രശ്നങ്ങളും മഹത്വമാക്കി പിൽക്കാലത്ത് കർത്താവ് തീർക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിച്ച് യേശുവിനോട് കാര്യങ്ങൾ പറയുന്ന ഒരു കുടുംബമാണ് എങ്കിലും ചില ദീനങ്ങൾ, ചില പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കുടുംബത്തിൽ വരാം. എന്നാൽ അതിനെ ദൈവത്തിന് മഹത്വമാക്കി തീർക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ധൈര്യം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ മരണത്തെ മഹത്വമാക്കി തീർക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നവൻ, പ്രവാസത്തെ മാറ്റി ജനത്തെ പുനഃസ്ഥാപിക്കുന്നവൻ, പ്രൈസ് ദി ലോർഡ്, രട്ടുമാറ്റി സന്തോഷം ഉടുപ്പിക്കുന്നവൻ, പ്രൈസ് വിലാപത്തെ നൃത്തമാക്കുന്നവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, വേദനകളെ, ഭാരങ്ങളെ മാറ്റി ചില അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ കഴിവുള്ളവനെന്ന് ഈ വചനത്തിലൂടെ ജനത്തെ പ്രബോധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ സ്തോത്രം പറയണതിരിക്കുക. പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പറയുന്നു, മാറ്റുവാൻ കഴിവുള്ളവൻ്റെ അടുക്കൽ നാം കടന്നു ചെന്നാൽ അവൻ വിഷയങ്ങളെ മാറ്റി സന്തോഷമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ദൈവമേ, മരണം പലതിൻ്റെയും അവസാനമെന്ന് ലോകം മുദ്ര കുത്തുമ്പോൾ കർത്താവിൻ്റെ അടുക്കൽ ഒരുവൻ കടന്നു വരുമ്പോൾ മരണമെന്നുള്ളത് മഹത്വമാക്കി തീർക്കുവാൻ അങ്ങേക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ.
ആ കുടുംബത്തിലെ നിന്ദ മാറ്റി, ആ കുടുംബത്തിനോട് ആളുകൾ പറഞ്ഞ പറച്ചിലുകൾ മാറ്റി കർത്താവിന് മഹത്വം പറയാൻ തക്കവണ്ണം കൂടി നിന്ന ജനത്തിന് ഇടയാക്കിയതുപോലെ ഇന്ന് പകൽക്കാല വചനം കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തു വരികയില്ലെന്ന് പറഞ്ഞ് കർത്താവെ ഭാരത്തിലായിരിക്കുന്നെങ്കിൽ, കർത്താവെ ഹല്ലേലൂയ, ലാസറിന്റെ കുടുംബത്തിൽ നടന്ന അനർത്ഥം അത്ഭുതമാക്കി മാറ്റിയതുപോലെ, ആ മരണത്തെ മഹത്വമാക്കി മാറ്റിയതുപോലെ, സ്വർഗത്തിലെ ദൈവമേ ചിലരുടെ വിഷയങ്ങളെ മാറ്റി അവർക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കുകയും അവരോട് കൂടെ നിൽക്കുന്ന ചിലർക്ക് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്ക രീതിയിൽ അതിനെ മാറ്റണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ അനുഗ്രഹം ജനത്തെ ഹല്ലേലൂയ ജനത്തിന്മേൽ വന്നതോർത്തു സ്തോത്രം. മഹത്വം അങ്ങേക്ക് ഞങ്ങൾക്ക് ധന്യമുള്ളതാണ്. പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. God bless you.